ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി.എഡ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഇംഗ്ലീഷ് പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. 2022-23 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നോക്കുന്നത് 2022-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഷോർട്ട് ആൻസേഴ്സിലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2022-ലെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതൊക്കെയാണ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും വരാത്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. ബ്രിങ് ഔട്ട് ദി കോമ്പണൻസ് ഓഫ് സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെയാണ്. ഹൈലൈറ്റ് ദെയർ ഇമ്പോർട്ടൻസ് എന്നും കൂടി പറയുന്നുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. മാസ് മീഡിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടനുബന്ധിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ദെൻ വാട്ട് ഈസ് ദ ഹെർബാഷ്യൻ മോഡൽ? അതായത് മെമ്മറി മോഡൽ എന്നാണ് ഇനി പറയുന്നത്. ഹെർബാഷ്യൻ മോഡൽ. റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ഇറ്റ്സ് റോൾ ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് എന്നുള്ളത്. ചെറിയ ക്ലാസ്സുകളിൽ കൊടുക്കുന്നതാണ് മെമ്മറി മോഡൽ എന്ന് പറയുന്നത്. അതിന് ഹെർബാഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് reflective level. Then last one, write down any 5 common instructional objectives for English language teaching. കോമൺ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അത് ലെസൺ പ്ലാനിനോടനുബന്ധിച്ച് വരുന്നിട്ടുള്ള കോമൺ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 3 നിങ്ങൾ ആൻസർ ചെയ്താൽ മതി എന്നുള്ളതാണ്. ദെൻ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുക. ക്രിറ്റിക്കലി അനലൈസ് എന്നാണ് പറയുന്നത്. ക്രിറ്റിക്കലി അനലൈസ് ഹൗ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഈസ് ബെറ്റർ ദാൻ ദി ഓൾഡർ വൺ വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ നിങ്ങളിവിടെ പറയേണ്ടത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെയും അതേപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമിയുടെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്? ക്രിറ്റിക്കലി അനലൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ ഡൊമൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടല്ല. എന്നാലും ഡൊമൈൻസ് ഈ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. Then describe the nature, scope, need and significance of the English language teaching learning. അതായത് നിങ്ങളുടെ സ്പെഷ്യൽ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേച്ചർ, സ്കോപ്പ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ഡയറക്റ്റ് ഫസ്റ്റ് യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു പ്രാക്ടിക്കൽ സെൻസിലാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കമ്പയർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ, എലൂസിഡേറ്റ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് മോറിസൺ ടീച്ചിങ് മോഡൽ എന്നുള്ളത്. എലൂസിഡേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് മോറിസൺ ടീച്ചിങ് മോഡൽ. അത് നിങ്ങൾക്ക് ആവർത്തിച്ച് പറയേണ്ടതില്ല, ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നതാണ്. Then enumerate the steps involved in writing a unit plan and give a model യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇയർ പ്ലാൻ, അത് യൂണിറ്റിൽ വരുന്നതാണ്. ഒരൊറ്റ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോഡൽ യൂണിറ്റ് പ്ലാനും അതേപോലെ തന്നെ യൂണിറ്റ് പ്ലാനിന്റെ സ്റ്റെപ്സുകളും ഇവിടെ എന്യൂമറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ ടീച്ചിങ്, മാക്രോ ടീച്ചിങ് ആൻഡ് ഗീവ് ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ റൈറ്റിംഗ് എ ലെസൺ പ്ലാൻ. ലെസൺ പ്ലാൻ റൈറ്റ് ചെയ്യുന്നതിന് മൈക്രോ ടീച്ചിങ്ങും മാക്രോ ടീച്ചിങ്ങിന്റെയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സാധ്യത അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയാനാണ് പറയുന്നത്. ദെൻ അനലൈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാസ് മീഡിയ? ലിസ്റ്റ് ഔട്ട് എ ഫ്യൂ വിച്ച് യു യൂസ് ഇൻ യുവർ ക്ലാസ് റൂം ടീച്ചിങ്. നിങ്ങളെ ക്ലാസ് റൂമിൽ മാസ് മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ച് യൂസുകൾ കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. അതുകൂടാതെ തന്നെ എന്താണ് മാസ് മീഡിയ എന്നുള്ളത് പറയാനും പറയുന്നുണ്ട്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്ലെൻഡഡ് ലേണിംഗ്, ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ റോൾസ്. ഓക്കെ, ബ്ലെൻഡഡ് ലേണിംഗും ഫ്ലിപ്ഡ് ക്ലാസ് റൂം അതൊക്കെ നിങ്ങൾ പല മുൻപത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Okay, the last questions, write an episode for skill skill of reinforcement with appropriate examples. What is micro teaching? Explain its process. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴെല്ലാം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ജനറലി അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. വ്യത്യസ്തമായിട്ടാണെങ്കിലും ഒരേ ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു 15-20 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ആ 20 ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് മക്കളെ. 100% നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, ഈ ക്വസ്റ്റ്യൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.